മുതുമലൈ ടൈഗർ റിസർവിന്റെ ബഫർ സോണിലുള്ള ഒരു കൊച്ചു ഗ്രാമമാണ് മസനഗുഡി. മസനഗുഡിയിലെ ആളുകൾക്ക് കടുവയും പുലിയും ആനയും കരടിയും ഒക്കെ അവരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. കുറഞ്ഞ ചെലവിൽ വൈൽഡ് ആനിമൽസിനെ സ്പോട്ട് ചെയ്യാൻ പറ്റുന്ന വളരെ ചുരുക്കം സ്ഥലങ്ങളെ നമ്മുടെ നാട്ടിലുള്ളൂ. അതിലൊന്നാണ് മസനഗുഡി. കടുവയും കരടിയും കാട്ടിയും ആനയും അടക്കം ഇഷ്ടം പോലെ വന്യമൃഗങ്ങളുടെ കാഴ്ചകളാണ് ഈ ഒരു യാത്രയിൽ നമ്മളെയും കാത്തിരിക്കുന്നത്. അപ്പോഴെങ്ങനെയാ, യാത്ര തുടങ്ങല്ലേ? കേരളത്തിന്റെ ഏത് കോണിൽ നിന്ന് യാത്ര തുടങ്ങിയാലും ഗൂഡല്ലൂർ വഴിയാണ് മസനഗുഡിയിലേക്ക് പോകുന്നത്. ഗൂഡല്ലൂരുള്ള തുറപ്പള്ളിയിലെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിന്റെ ഈ ഒരു കവാടം ക്രോസ് ചെയ്ത് നമ്മൾ അകത്തോട്ട് കയറുന്നത് മുതുമലൈ ടൈഗർ റിസർവിലേക്കാണ്. ഈ ഒരു ചെക്ക് പോസ്റ്റ് വരെ റോഡിന്റെ അവസ്ഥ വളരെ ശോകമായിരുന്നു. പക്ഷെ ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മളെ കാത്തിരിക്കുന്ന നല്ല അടിപൊളി റോഡാണ്. ഈ റോഡിലൂടെ വണ്ടി ഓടിക്കുമ്പം എപ്പോഴും ഒരു കാര്യം മനസ്സിലുണ്ടായിരിക്കണം: റോഡിന്റെ രണ്ട് സൈഡിലും ഇഷ്ടം പോലെ വന്യമൃഗങ്ങളുണ്ട്. അവരേത് സമയത്ത് വേണമെങ്കിലും റോഡിലേക്ക് ഇറങ്ങി വരാം. അതുകൊണ്ട് സ്പീഡ് ഒരല്പം കുറച്ച് പോകാൻ ശ്രദ്ധിക്കുക. പോകുന്ന വഴിക്ക് നമുക്ക് റോഡിന്റെ രണ്ട് വശത്തുമായിട്ട് ഇഷ്ടം പോലെ മാനുകളെ കാണാൻ പറ്റും. മാനുകളൊക്കെ കണ്ട് കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പോഴാണ് ഒരു അടിപൊളി കൊമ്പൻ റോഡിലേക്ക് ഇറങ്ങി വന്നത്. അവന്റെ തൊട്ട് മുമ്പിൽ ഒരു ബൈക്കുകാരനുണ്ടായിരുന്നു. അയാൾ ആ സ്പോട്ട് പാസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇവൻ റോഡിലേക്ക് ഇറങ്ങിയത്. ഈ വഴിയിൽ ശരിക്കും ബൈക്ക് യാത്ര അലോഡാണ്. അതുകൊണ്ട് തന്നെ ബൈക്കുമായിട്ട് ഈ റൂട്ടിലൂടെ പോകുന്ന ആൾക്കാർ ഒരല്പം ശ്രദ്ധിച്ചു വേണം പോകാൻ. ഇതുപോലെ ആനയും കരടിയും ഒക്കെ പെട്ടെന്നായിരിക്കും റോഡിലേക്ക് ഇറങ്ങി വരിക. ആന റോട്ടിൽ നിന്ന് ശരിക്കും ക്ലിയർ ആയതിനു ശേഷമാണ് നമ്മൾ മുന്നോട്ട് പോയത്. തൊട്ടു താഴെയുള്ള മോയാർ റിവറിൽ നിന്ന് വെള്ളം കുടിക്കാനായിട്ടാണ് ആശാന്റെ പോക്ക്. നമ്മുടെ ഈ ബന്ദിപ്പൂർ മുതുമല ഭാഗത്തുള്ള ആനകളുടെ കൊമ്പ് കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. നല്ല നീളമുള്ള കൊമ്പാണ് ഇവിടുത്തെ ആനകൾക്കുള്ളത്. തുറപ്പള്ളി ചെക്ക് പോസ്റ്റിൽ നിന്ന് ഒരു 11 കിലോമീറ്ററോളം മുന്നോട്ട് വരികയാണെങ്കിൽ നമുക്ക് മുതുമലൈ ടൈഗർ റിസർവിന്റെ റിസപ്ഷൻ സെന്ററിലേക്ക് എത്താൻ പറ്റും. ഈ റിസപ്ഷൻ സെന്ററിന്റെ അടുത്ത് തന്നെയാണ് മുതുമലൈ ടൈഗർ റിസർവിന്റെ കുങ്കിയാനകളുടെ ക്യാമ്പും ഉള്ളത്. ഈ കാണുന്ന റിസപ്ഷൻ സെന്ററിൽ നിന്നാണ് മുതുമലയിലെ ബസ് സഫാരി, ജീപ്പ് സഫാരി ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ബസ്സിന് ഒരാൾക്ക് 1 മണിക്കൂറത്തേക്ക് 300 രൂപയും ജീപ്പിനാണെങ്കിൽ 1 മണിക്കൂറത്തേക്കിന് 5000 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. 1 മണിക്കൂറത്തെ സഫാരി എടുക്കുന്നതിലും നല്ലത് ഈ റൂട്ടിലൂടെ വണ്ടി ഓടിക്കുന്നതാണെന്ന് തോന്നിയതുകൊണ്ട് ഞങ്ങൾ സഫാരി എടുക്കാൻ നിന്നില്ല. അങ്ങനെ വരുമ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത്. 2 ആഴ്ചയ്ക്ക് മുമ്പ് ഈ റോഡ് സൈഡിൽ ചെരിഞ്ഞൊരു കാട്ടാനയുടെ ശരീരാവശിഷ്ടങ്ങളാണ് ആ കഴുകന്മാരവിടെ കൊത്തി തിന്നുകൊണ്ടിരിക്കുന്നത്. ആ കൂട്ടത്തിലെ നടുക്കുള്ള കഴുകനെ സൂക്ഷിച്ചു നോക്കുകയാണെങ്കിൽ അതാ ഇറച്ചി കൊത്തി വലിക്കുന്നത് നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഈ ഒരു റൂട്ടിലും നമുക്ക് ഇഷ്ടം പോലെ മാനുകളെ കാണാൻ പറ്റും. ഈ 2 മാനുകൾ കുത്തുപിടിക്കുന്നത് കണ്ടോ? ഇവർ സാധാരണ ഇങ്ങനെ ചെയ്യുന്നത് ഇവരുടെ മേറ്റിംഗ് റൈറ്റിന് വേണ്ടിയിട്ടാണ്. ഏറ്റവും ശക്തൻ ആരാണോ അവനാണ് ഈ കൂട്ടത്തിൽ മേറ്റ് ചെയ്യാനുള്ള അധികാരമുള്ളത്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുകയാണെങ്കിൽ ഇവരുടെ കൊമ്പുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന ഒച്ചയെ നമുക്ക് ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റും. ഇവരുടെ ഈ തമ്മിത്തല്ല് നടക്കുന്നതിന്റെ തൊട്ടടുത്ത് വേറൊരാൾ നമ്മളെയും നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അവൾ ഒറ്റയ്ക്കല്ലായിരുന്നു കേട്ടോ. ഈ ഇറങ്ങി വരുന്ന 2 കുട്ടിക്കൊമ്പന്മാരും ആ പിടിയാനയുടെ കൂടെ ഉള്ളതാണ്. അവര് റോഡ് ക്രോസ് ചെയ്ത് പോയപ്പോഴത്തേക്കിനും നമ്മുടെ പിടിയാനയും അവിടുന്ന് മെല്ലെ പുറത്തേക്ക് വന്നു. രണ്ട് കുട്ടിക്കൊമ്പന്മാരും നല്ല അലമ്പന്മാരാണ് കേട്ടോ. 2 കുട്ടിക്കൊമ്പന്മാരും തമ്മിൽ നല്ല കുസ്തിപിടുത്തമായിരുന്നു. എന്താണേലും പിടിയാനെ അടുത്തെത്തി കഴിഞ്ഞപ്പം അവർ രണ്ടുപേരും ഒന്ന് അടങ്ങി. ഇന്ന് ഇത്രയും നേരമായിട്ട് കാട്ടികളെ കണ്ടില്ലല്ലോ എന്ന് ഓർത്തതേ ഉള്ളൂ. അപ്പോഴത്തേക്കിനും ദേ നിൽക്കുന്നു. ഈ കാട്ടികളുടെ തൊട്ടടുത്തായിട്ട് തന്നെ ഗ്രേ ലങ്കൂറുകളുടെ ഒരു ഫാമിലി ഉണ്ടായിരുന്നു. അവരുടെ കുറച്ച് കാഴ്ചകൾ കൂടി കണ്ടാലോ.
കാട്ടിലെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ മസനഗുഡിയിലെത്താറായി. മസനഗുഡി എൻട്രി ചെയ്യുന്നതിന് മുമ്പ് ചെറിയൊരു ടോളുണ്ട്. ഫാസ്ടാഗ് ഉണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഡെബിറ്റ് ആയിക്കോളും. ഫാസ്ടാഗ് ഇല്ലാത്ത വണ്ടിയായിട്ടാണ് വരുന്നതെങ്കിൽ ഇവിടെ ഇവർക്ക് ഫിസിക്കലായിട്ട് ക്യാഷ് കൊടുത്താൽ മതി. 20 രൂപയാണ് എൻട്രി ഫീസ്. ടൂറിസവും കന്നുകാലികളും പിന്നെ ഒരല്പം കൃഷിയുമാണ് മസനഗുഡിയിലെ ആൾക്കാരുടെ ജീവിതമാർഗം. കൃഷി കന്നുകാലികൾ കുറേ ഉണ്ടായിരുന്നു. ഒരു 1.25 ലക്ഷം കന്നുകാലികൾ ഉണ്ടായിരുന്നു. മെയിൻ വരുമാനമേ മക്കൾക്ക് അതായിരുന്നു. ഇവിടെ ഉള്ള മക്കൾക്ക് ആ കന്നുകാലിയും കൃഷിയായിരുന്നു. പിന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അവർ വന്ന് ഈ കന്നുകാലിനെ കുറച്ച് ഇതൊക്കെ വനത്തിൻ്റെ ഉള്ളിൽ പോകുമ്പോൾ വനത്തിൽ ഉള്ള മൃഗങ്ങൾക്ക്, വന്യമൃഗങ്ങൾക്കും മാന് കാട്ടുപോത്തുള്ള മൃഗങ്ങൾക്ക് ഭക്ഷണം കമ്മിയാവും പറഞ്ഞിട്ട് അവരെന്ത് ചെയ്ത് കന്നുകാലികൾ ഉള്ളിൽ നിന്ന് അയക്കരുത്, നിങ്ങൾക്ക് ടൂറിസം ചെയ്താൽ ഇന്ന കാട്ടിലും ഒരുപാട് വരുമാനം വരും, നിങ്ങൾ കാട്ടിൽ കന്നുകാലികളിനെ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾക്കും റിസ്ക്, നിങ്ങളുടെ കന്നുകാലിക്കും അത് റിസ്ക്, പുലിയോ കടുവയോ പിടിച്ചാൽ അത് നിങ്ങൾക്ക് നഷ്ടപ്പെടും, അതിൻ്റെ പകരം നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ഒന്ന് മാറ്റി ഇങ്ങോട്ട് കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ലൈഫ് സ്റ്റൈലൊക്കെ മാറ്റി ടൂറിസ്റ്റിലേക്ക് എല്ലാവരും ടൂറിസ്റ്റിൽ വന്ന് ഇപ്പോൾ കൃഷി പണി ചെയ്യുമ്പോൾ അതിൽ ആന വരുന്നുണ്ട്, മാന് വരുന്നുണ്ട് ഉള്ളിൽ. അപ്പോൾ കൃഷിക്ക് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാൽ ആ ഭാഗം എവിടെയും നിങ്ങൾ വേലി വെക്കരുത്, കമ്പി വേലിയോ വെക്കരുതെന്ന് പറഞ്ഞ് ഇപ്പോൾ സമീപത്തെ ആ മക്കൾക്ക് എന്താ പണിയെന്ന് വെച്ചാൽ ഇവിടുന്ന് 30 കിലോമീറ്ററും 40 കിലോമീറ്ററും ഇവിടുന്ന് പ്രയാണം ചെയ്ത് കിഴങ്ങ് തോട്ടത്തിലേക്കും ക്യാരറ്റ് തോട്ടത്തിലേക്കും ഇവിടെ ഉള്ള സ്ത്രീകളും ആണുങ്ങളും ഇവിടെ നിന്ന് പോയി പണിയെടുത്ത് രാത്രി 8 മണിയാകുമ്പോഴാണ് വീട് വന്ന് നിൽക്കുന്നത്. കാലത്ത് ഇവിടെ നിന്ന് 5 മണിക്ക് എണിച്ചാൽ അവർ പ്രിപ്പയറായി 7 മണിയാകുമ്പോൾ മസനഗുഡിയിൽ നിന്ന് നാട് വിടും. പണി കഴിഞ്ഞിട്ട് വേറെ കൃഷി പണിയെടുക്കുന്ന അവിടെ ഊട്ടീൻ്റെ അപ്പുറത്തും കോത്തഗിരിയും കുന്നൂർ ഭാഗത്തും അങ്ങനെ പല ഭാഗത്തായിട്ട് പോയി പണിയെടുത്ത് കഷ്ടപ്പെട്ട് രാത്രി 8 മണിക്ക് ഇവിടെ എത്തും. ഇപ്പം ആ മക്കൾക്കും സേഫ്റ്റി ഇല്ല, അവർക്ക് സാമ്പത്തികമായിട്ടും ഒരുപാട് ബുദ്ധിമുട്ടായി, ആകെ കൊളാപ്സായി കിടക്കുകയാണ്. എന്താ ചെയ്യണമെന്ന് അറിയാണ്ടിരിക്കുകയാണ്. ഇവിടെ ഏകദേശം 16,000 മക്കളുണ്ട്. ഇവിടെ പീപ്പിളുടെ പോപ്പുലേഷൻ 16,000 ഉണ്ട്. ഇവിടെ 14 ഗ്രാമങ്ങളുണ്ട്. 14 ഗ്രാമങ്ങൾ മസനഗുഡിയിൽ നിന്ന് ചുറ്റിയുണ്ട്. 16,000 മക്കൾ. ഇപ്പോൾ അവർക്ക് ജീവിക്കാൻ വഴിയില്ലാണ്ട് ഇവിടെ നിന്ന് പുറത്തേക്ക് പോകേണ്ട ഒരു സിറ്റുവേഷനാണ്. സിംഗാര റൂട്ടിലുള്ള ഈ ഒരു ബഡ്ജറ്റ് സ്റ്റേയിലാണ് നമ്മൾ ഇന്ന് താമസിക്കാൻ പോകുന്നത്. ഇവിടെ മൊത്തം 4 റൂമുകളാണുള്ളത്. ഒരു റൂമിന് 1,500 രൂപയാണ് ഒരു ദിവസത്തെ റെന്റ്. സ്റ്റേയുടെ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് ഈ ഒരു വിഷ്വലാണ് കിട്ടുന്നത്. രാത്രിയായി കഴിയുമ്പം ആനയും കരടിയും പുള്ളിപ്പുലിയൊക്കെ ഈ ഏരിയയിലൂടെ വരാറുണ്ടെന്നാണ് ഇവിടുത്തെ കെയർ ടേക്കർ പറഞ്ഞത്. ഇതാണ് നമ്മുടെ റൂം. താഴെ തന്നെ എക്സ്ട്രാ ബെഡൊക്കെ ഇട്ടിട്ടുണ്ട്. എക്സ്ട്രാ ബെഡിന് ഒരാൾക്ക് 500 രൂപയാണെന്നാണ് പറഞ്ഞത്. നമുക്ക് 1,500 രൂപയ്ക്ക് ഇവിടെ താമസിക്കാൻ പറ്റിയ ഒരു സെറ്റപ്പ് തന്നെയാണ്. നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റൂമാണ്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഇവിടുത്തെ ബാത്റൂം മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഗീസർ ഫെസിലിറ്റി അവൈലബിൾ ആണ്. റൂമിലെ സാധനങ്ങളെല്ലാം വെച്ച് ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ നേരെ ജീപ്പ് സഫാരിക്കാണ് പോയത്. സാധാരണ ഈ വഴിയൊക്കെ നമ്മൾ സ്വന്തം വണ്ടിയായിട്ടാണ് പോകാറുള്ളത്. ഇന്നൊരു ചേഞ്ചിന് വേണ്ടിയിട്ട് ജീപ്പ് സഫാരിയാണ് എടുത്തത്. നമ്മുടെ കൂടെ ഇന്ന് സഫാരിക്കുള്ളത് മലയാളിയായ അച്ചുവേട്ടനാണ്. ഇവിടുത്തെ അനിമൽ മൂവ്മെന്റ്സിനെ കുറിച്ച് അച്ചുവേട്ടന് നല്ല ധാരണയാണ്. പുള്ളിക്കാരൻ പറഞ്ഞതനുസരിച്ചാണ് ഉച്ചയ്ക്ക് 1 മണിക്ക് ഞങ്ങൾ ഈ സഫാരിക്കായിട്ട് ഇറങ്ങി തിരിച്ചത്. ഉച്ചയ്ക്ക് നമ്മൾ സഫാരിക്ക് ഇറങ്ങിയത് മോയാർ റൂട്ടിലാണ്. ഇത്രയും നേരം പുള്ളിമാനുകളെ കണ്ട് മടുത്തിരുന്ന ഞങ്ങൾക്ക് ഈ മ്ലാവുകളെ കണ്ടത് വല്ലാത്തൊരാശ്വാസമായി. ഈ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് മോയാർ റൂട്ടിൽ കടുവയെ കണ്ടു എന്നുള്ളൊരു മെസ്സേജ് അച്ചുവേട്ടന് കിട്ടിയത്. ഒട്ടും വൈകിക്കാതെ വണ്ടി എടുത്തു. അച്ചുവേട്ടൻ പ്രെഡിക്റ്റ് ചെയ്തത് ഉച്ച സമയത്ത് എന്തായാലും ടൈഗർ സൈറ്റിംഗ് കിട്ടുമെന്നുള്ളതാണ്. പിന്നീട് എല്ലാവരും കടുവയ്ക്ക് വേണ്ടിയുള്ള തെരച്ചിലായിരുന്നു. ഈ കടുവ കിട്ടുകയാണെങ്കിൽ നമ്മുടെ മലയാളം വൈൽഡ് ലൈഫ് വ്ലോഗുകളിൽ ആദ്യമായിട്ടായിരിക്കും നിങ്ങൾ മോയാർ റൂട്ടിൽ ഒരു കടുവയെ കാണാൻ പോകുന്നത്. നമ്മൾ വണ്ടി നിർത്തിയപ്പോഴത്തേക്കിനും കടുവ വെള്ളത്തിൽ നിന്ന് മേളിൽ കയറിയിരുന്നു. ആ ഒരു 2 മിനിറ്റത്തെ എക്സൈറ്റ്മെന്റിൽ എന്തൊക്കെയാ ചെയ്തതെന്ന് ഞങ്ങൾക്ക് ആർക്കും ഒരു പിടുത്തമില്ലായിരുന്നു.
നമുക്കങ്ങനെ മസനഗുഡിയിൽ നിന്ന് നമ്മുടെ ആദ്യത്തെ കടുവയെ കിട്ടി. ഇതൊരു ഫീമെയിൽ ടൈഗ്രസ് ആണ് കേട്ടോ. അവളുടെ ആ നോട്ടം കണ്ടോ? പാട്ടിങ്ങളാ എടുക്കാൻ പറ്റിയ ഞാൻ ഇത്തിരി മുന്നേ പോട്ടെ. അവളുടെ തുറിച്ചുള്ള നോട്ടം കണ്ടോ? അടിപൊളി. അകത്തോട്ട് കയറി പോവാ കേട്ടോ. അകത്തോട്ട് കയറിപ്പോയ കടുവ കുറച്ച് പുറകിലോട്ടായിട്ട് റോഡ് ക്രോസ് ചെയ്ത് ഇപ്പറേ വശത്തേക്ക് വരുമെന്ന് അച്ചുവേട്ടൻ പറഞ്ഞു. അച്ചുവേട്ടൻ പറഞ്ഞതുപോലെ തന്നെ അതേ സ്പോട്ടിൽ നിന്ന് അവൾ പുറത്തേക്ക് വന്നു. ഈ കനാലിൽ വെച്ചാണ് നമുക്ക് ആ കടുവയെ കിട്ടിയത്. ഇനി മറ്റൊരു കാര്യം കാണിക്കാം. ഈ കനാലിൽ നിന്ന് 10 മീറ്റർ പോലും അകലമില്ല മോയാർ വില്ലേജിലേക്ക്. വില്ലേജിന്റെ ഇത്രയും അടുത്താണ് ടൈഗർ പ്രസൻസ് ഉള്ളത്. മസനഗുഡി തൊട്ട് മോയാർ വരെയുള്ള ഈ ഒരു 10 കിലോമീറ്റർ ദൂരത്തിനിടയ്ക്ക് 2 കടുവകളുടെ ടെറിട്ടറിയാണുള്ളത്. നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന പല ആൾക്കാരും ഈ ഒരു റോട്ടിൽ പല സ്ഥലങ്ങളിലും ഇറങ്ങി നിൽക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ളവരോട് ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ. ഈ റൂട്ടിൽ എവിടെയെങ്കിലും ഇറങ്ങി നിൽക്കുകയാണെങ്കിൽ ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ചോ, നിങ്ങൾ നിൽക്കുന്നത് ടൈഗർ ടെറിട്ടറിയിലാണ്. ഏതു നേരവും ഒരു കടുവ നിങ്ങളുടെ നേരെ വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഉണ്ണിച്ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. നമ്മളെ ഒരു 1.5 മണിക്കൂറുള്ളിൽ കടുവനെ കാണിച്ചു തരുമെന്ന് പറഞ്ഞു. എന്തോ എടുത്തു വെച്ച പോലെ കടുവനെ കാണിച്ചു തന്നു. നമ്മളിപ്പോൾ ഇന്ന് കടുവയെ കാണിക്കാന്ന് പറഞ്ഞ അച്ചോട്ടൻ കൊണ്ടുവന്നു. അച്ചോട്ടൻ കടുവയെ കാണിച്ച് നല്ല അടിപൊളി വിഷ്വലാണ് കിട്ടിയത്. കടുവ ആ ചാനലിലൂടെ നീന്തി വരുന്നത്. പക്ഷെ നമ്മൾ പാലത്തിൻ്റെ മേളിലായിപ്പോയി അച്ചോട്ടൻ വണ്ടി അങ്ങോട്ട് വരണം. അത് എടുക്കാൻ പറ്റില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ക്രോസിംഗ് പോയിന്റിൽ കറക്റ്റായിട്ട് അച്ചോട്ടൻ കൊണ്ടുവന്ന് നിർത്തിയത്. അച്ചോട്ടാ എങ്ങനെയാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ? കാര്യങ്ങൾ ഞാൻ നിങ്ങളെ എടുക്കുമ്പോൾ ഒരു 1.5 മണിക്കൂറിൽ കടുവ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ചെറുതായി ഒരു പ്രോമിസ് ചെയ്തു. പിന്നെ എല്ലാം ഭഗവാന്റെ അല്ലേ. പിന്നെ നമ്മളുടെ ശ്രമം കൂടെ 50% ലക്ക്, 50% നമ്മളുടെ ഇത് സ്കിൽ അത്രയല്ല. അപ്പോൾ ഭാഗ്യം നിങ്ങൾക്കാണ്. ഞങ്ങൾ എപ്പോഴും ആഴ്ചയിൽ 2-3 പ്രാവശ്യം കണ്ട് നിങ്ങളിപ്പോൾ വന്നതും എന്നെ കണ്ട് പറഞ്ഞ് സംസാരിച്ച് ഓക്കെ നിങ്ങൾക്ക് കിട്ടി. അത് നിങ്ങൾക്ക് ഒരു ഹാപ്പി, എനിക്കും ഒരു ഹാപ്പി. ആദ്യത്തെ സഫാരിയിൽ തന്നെ ടൈഗർ സൈറ്റിംഗ് കിട്ടിയതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലായിരുന്നു എല്ലാവരും. ആ ഒരു ആവേശത്തോടു കൂടി തന്നെയാണ് സിംഗാര റോഡിലേക്ക് ഞങ്ങൾ യാത്ര തിരിച്ചത്. സിംഗാരയ്ക്ക് ഞങ്ങൾ തിരിച്ചു പോയത് മറവക്കണ്ടി ഡാമിൻ്റെ സൈഡിലൂടെയായിരുന്നു. അങ്ങനെ വന്നപ്പോഴാണ് ഈ കൊമ്പനെ കണ്ടത്. ഇവനെ കണ്ടിട്ട് സിംഗാര റൂട്ടിലേക്ക് പോകാനായിട്ട് മോയാർ ടൗണിലെത്തിയപ്പോഴാണ് ആൾക്കാർ പറഞ്ഞത് ഇവൻ ഒരാളെ ചവിട്ടിയിട്ടാണ് ഈ മറവക്കണ്ടി ഡാമിന് അടുത്ത് വന്ന് നിന്നതെന്ന്. ഞങ്ങളിവനെ കാണുന്നത് സെപ്റ്റംബർ 18-ാം തീയതി ആയിരുന്നു. സെപ്റ്റംബർ 19-ാം തീയതി ഇവൻ്റെ ചവിട്ട് കണ്ട ആൾ മരിക്കുകയും ചെയ്തു. മോയാറിൽ നിന്ന് സിംഗാര റൂട്ടിലേക്ക് വരുമ്പം ലാൻഡ്സ്കേപ്പ് തന്നെ അങ്ങ് മാറും. സിംഗാര റൂട്ടിൽ കൂടുതലുള്ളത് ഗ്രാസ് ലാൻഡുകളാണ്. 20 കൊല്ലം മുന്നേ ഇത് മുഴുവനും ഗ്രാസ് ലാൻഡായിരുന്നു. ഇപ്പോഴാണ് അങ്ങനെ കാടും മരമും പൊന്തയും അങ്ങനെ ആയി കൂടിയത്. പക്ഷികൾ ഉണ്ടാക്കി തന്നെ കാടിന് പക്ഷികളും ആനയും പക്ഷിയും. ഇതൊരു നല്ല പെഗ്മാർക്കാണ്. ഒരു പഴയത് ഒരു 4 ദിവസം പഴയുള്ള പെഗ്മാർക്ക്. ഇത് ഇവിടെ മൂവ്മെൻറ്റ് ഉണ്ടെന്ന് അറിയാനുള്ള സാധ്യത ഇവിടെ ഉണ്ട്. സാധനം ഇവിടെ ഉണ്ട്. നെയിലിൻ്റെ അടക്കം കാണാൻ പറ്റുന്നുണ്ടല്ലോ നേരെ. ഈ പച്ച ബാക്ക്ഗ്രൗണ്ടിൽ ഇത്രയും ഗ്രേലങ്കൂറുകൾ ഒരുമിച്ചിരിക്കുന്നതാണ് നല്ല ഭംഗിയില്ല. ഇവരെ കുറച്ചു നേരം നോക്കിയിരിക്കുകയാണെങ്കിൽ സമയം പോകുന്നത് പോലും അറിയില്ല. അതുപോലത്തെ കോപ്രായങ്ങളൊക്കെയാണ് ഇവർ കാണിച്ചു കൂട്ടുന്നത്. ഈ ഇരിക്കുന്നത് ഒരു ജുവനൈൽ ചേഞ്ചബിൾ ഹോക്കികളാണ്. എന്ത് ഭംഗിയാണല്ലേ അവനെ കാണാൻ. നന്നായിട്ട് ടൈഗർ പ്രസൻസ് ഉള്ള സിംഗാര റൂട്ടിലൂടെയാണ് ഈ പശുക്കളെ മേയ്ക്കാൻ കൊണ്ടുപോകുന്നത്. ചേട്ടാ ഇതിലിപ്പോ പുലി വന്ന എന്ത് ചെയ്യും? പുലി വന്ന ഓടാൻ വേണ്ടിട്ടാ. இல்ல ஏதாவது படக்க அட்டாக்கு ஏதாவது ஆச்சுன்னா ஓனருக்கும் சொல்லுவோம். அப்படியா? நம்ம எதுவும் பண்ண நம்ம சவுண்டு பண்ணுவோம். சிலது சவுண்டு பண்ணும்போது சிலது போயிடும், சிலது அடிச்சிடும். நல்ல பசி இருந்தால் அடிச்சிடும். இவன் பசியோட தான் சுற்றுறான். நேற்று பார்த்த அந்த வீடியோ, நீ பார்த்தியா வீடியோ? இங்கே மேலே இங்கே செக் டேம் இருக்குங்க. அதுக்கு ஒரு காட்டர் மண் அடிச்சிருக்கோம். എന്ത് കൂളായിട്ടാണ് കടുവ ഇറങ്ങുന്നിടത്തൂടെ പശുവിനെ കൊണ്ട് ഇവരിങ്ങനെ നടക്കുന്നത്. നമ്മൾ മോയാർ വെച്ച് കണ്ട മ്ലാവിൻ്റെ അത്രയും വലിപ്പം ഇവൻ്റെ കൊമ്പിനില്ലെങ്കിലും ഇവൻ്റെ കൊമ്പ് കാണാൻ നല്ല ഭംഗിയുണ്ട്.
സിംഗാര റൂട്ടിന്റെ എൻഡ് ആകുമ്പോഴത്തേക്കിനും ഒരു കോഫി പ്ലാന്റേഷനിലേക്കാണ് നമ്മൾ എത്തുന്നത്. ഈ പ്ലാന്റേഷനിൽ പുള്ളിപ്പുലുകളുടെ പ്രസൻസ് വളരെ കൂടുതലാണ്. ഈ എസ്റ്റേറ്റിൽ വെച്ച് തന്നെ നമുക്ക് മസനഗുഡിയിലെ നമ്മുടെ ആദ്യത്തെ വേഴാമ്പൽ സൈറ്റിങ്ങും കിട്ടി. സിംഗാരേന്ന് തിരിച്ച് മസനഗുഡിയിലേക്ക് പോകുന്ന വഴിക്കാണ് ഈ ഒരു ആനക്കൂട്ടത്തെ പുൽമേട്ടിൽ വെച്ച് കണ്ടത്. ഈ ഒരു ഗ്രൂപ്പിൽ നമുക്കിപ്പോൾ ഇത്ര ആനകളെ കാണാൻ പറ്റുന്നുള്ളൂ. പക്ഷേ ഈ ചെടികളുടെ പുറകിലായിട്ട് വേറെയും 7-8 ആനകൾ നിൽക്കുന്നുണ്ട്. നിങ്ങളൊരു അല്പനേരം ആനക്കുട്ടി ഒന്ന് ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ അത് അതിൻ്റെ അമ്മയുടെ വായിൽ നിന്ന് ഭക്ഷണം എടുത്ത് കഴിക്കുന്ന കാഴ്ച കാണാൻ പറ്റും. ഈ ഈവനിങ് ലൈറ്റിൽ ഏകദേശം അരമണിക്കൂറോളം നല്ല ഫോട്ടോസിനും വീഡിയോസിനും പോസ്റ്റ് ചെയ്ത് തന്നിട്ട് ആനക്കൂട്ടം മെല്ലെ പുറകിലേക്ക് മാറുകയാണ്. സഫാരിയൊക്കെ കഴിഞ്ഞ് മസനഗുഡിയിലേക്ക് തിരിച്ചെത്തിയപ്പോഴേക്കും സന്ധ്യയായിരുന്നു. രാത്രി 9 മണി വരെ മസനഗുഡി മുതുമല റൂട്ടിൽ വണ്ടികൾക്ക് പോകാൻ പറ്റും. അപ്പോൾ പിന്നെ ഈ ഡ്രീം ലാൻഡ് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡും പാക്ക് ചെയ്ത് മേടിച്ചിട്ട് ഞങ്ങൾ നേരെ അങ്ങോട്ടേക്കാണ് പോയത്. ഈ നൈറ്റ് ഡ്രൈവിന് നമുക്ക് കിട്ടിയ സൈറ്റിങ്സ് ഒന്ന് പെട്ടെന്ന് കണ്ടിട്ട് വന്നാലോ? ഇന്ന് നമുക്ക് ശരിക്കും ആനകളുടെ ചാകരയായിരുന്നു. ഇഷ്ടം പോലെ ആനകളെ കാണാൻ പറ്റി. രാത്രിയും റോഡ് നിറച്ചു ആനകൾ. ഒരു മുള്ളംപന്നി റോഡ് ക്രോസ് ചെയ്യുന്നത് കണ്ടു. ഒരു ദിവസം കൊണ്ട് നമുക്ക് കിട്ടാവുന്നതിന്റെ മാക്സിമം സൈറ്റിങ്ങും ഈ ഒരു ദിവസം നമുക്ക് കിട്ടി. ഇനി നാളെ നമുക്ക് വേണ്ടി എന്തൊക്കെയാണ് കാത്തിരിക്കുന്നതെന്നുള്ള ഒരു ആകാംക്ഷയോടെയാണ് ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോയത്. വെളുപ്പിന് 6 മണി തൊട്ടേ മസനഗുഡിയിലെ വെഹിക്കിൾ മൂവ്മെന്റ് അലോ ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ 6 മണി ആയപ്പോഴത്തേക്കിനും ഞങ്ങൾ ജീപ്പ് സ്റ്റാൻഡിലേക്ക് എത്തി. ചേട്ടാ ഗുഡ് മോർണിംഗ്. ഇല്ല ഗുഡ് മോർണിംഗ്, വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്നത്തെ നമ്മുടെ ലക്ക് ട്രൈ ചെയ്യാൻ ആദ്യം പോകുന്നത് സിംഗാര റൂട്ടിലേക്കാണ്. സിംഗാര റൂട്ടിലെ മോർണിംഗ് സഫാരിക്ക് കാര്യമായ സൈറ്റിംഗ് ഒന്നും കിട്ടിയില്ല. അനിമൽ സൈറ്റിങ്ങിന്റെ കാര്യം തന്നെ ഇങ്ങനെയാണ്. ചിലപ്പോൾ നമുക്ക് ഒരൊറ്റ സഫാരി കൊണ്ട് തന്നെ ഇവിടെയുള്ള ഒട്ടുമുക്കാൽ എല്ലാ മൃഗങ്ങളെയും കാണാൻ പറ്റും. ചില സമയത്ത് 10-15 സഫാരി എടുത്താലും ഒരൊറ്റ ജീവിയെ പോലും കാണാൻ പറ്റില്ല. അനിമൽ സൈറ്റിംഗ് എന്ന് പറയുന്നത് ശരിക്കും ഒരു ഗെയിമാണ്. ലക്കിൻ്റെയും പേഷ്യൻസിൻ്റെയും ഗെയിം. രാവിലത്തെ സഫാരിയുടെ ക്ഷീണം ഞങ്ങൾ മാറ്റിയത് മസനഗുഡി ടൗണിലുള്ള ഇന്ദിരാ മെസ്സിലാണ്. നല്ല അടിപൊളി മസാല ദോശയും ഇഡലിയും പൂരിയും പൊറോട്ടയൊക്കെ ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് പറ്റിയൊരു സ്പോട്ടാണ് ഇന്ദിരാ മെസ്. ഇന്ദിരാ മെസ്സിൻ്റെ മറ്റൊരു പ്രത്യേകത ഇവിടുത്തെ ഓണർ തന്നെയാണ് കേട്ടോ. ഈ ചേട്ടൻ ഡെയിലി രാവിലെ ഇവിടെയുള്ള പശുക്കൾക്കെല്ലാം ഇഡലി കൊടുക്കുന്ന ഒരു ശീലം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ എല്ലാ പശുക്കളും നേരെ ഹോട്ടലിലേക്കാണ് വരുന്നത്. രാവിലത്തെ ഒരു റൗണ്ട് ഭക്ഷണം കൊടുപ്പ് കഴിഞ്ഞിട്ട് ഇവരെ പറഞ്ഞു വിടാനാണ് ഒരു ഇച്ചിരി പാട്. അവൾക്ക് ഒരുപാട് ഓമനയായി. രാവിലെ ഒരു 9 മണി കഴിഞ്ഞപ്പം ഇന്നലത്തെ പോലെ തന്നെ നല്ല കാഴ്ചകൾ കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയായിട്ടാണ് ഞങ്ങൾ മോയാർ റൂട്ടിലേക്ക് ഇറങ്ങിയത്. എന്തായാലും ഞങ്ങളുടെ പ്രതീക്ഷകൾ തെറ്റിയില്ല. ഒരു കുട്ടിക്കൊമ്പനെയും അവൻ്റെ അമ്മയാണ് ഞങ്ങൾ ഈ റൂട്ടിൽ ആദ്യം കണ്ടത്. രണ്ടുപേരും തകൃതിയായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ തിരക്കിലാണ്. ഒരാനയ്ക്ക് ഒരു ദിവസം 150 കിലോയോളം ഭക്ഷണം വേണം. അതുകൊണ്ട് തന്നെ ആനകൾ അവരുടെ ദിവസത്തിന്റെ 18 മണിക്കൂറും ഭക്ഷണം കഴിക്കാനാണ് ചെലവാക്കുന്നത്. ആനകളിൽ നിന്നെടുത്തുനിന്ന് ഒരല്പം മാറി ഒരു കൂട്ടം ഗ്രേലങ്കൂറുകളും ഉണ്ടായിരുന്നു. എല്ലാവരും തകൃതിയായി ഭക്ഷണം കഴിക്കുന്ന തിരക്കിലാണ്. ഈ ഒരു പ്രദേശത്ത് കടുവയും പുലിയൊക്കെ ഉള്ളതുകൊണ്ട് എന്തിനെങ്കിലും കണ്ടെങ്കിൽ അലാം കോൾ കൊടുക്കാനായിട്ട് രണ്ടുപേരും മരത്തിന് മുകളിലിരുന്ന് ചുറ്റുപാട് നിരീക്ഷിക്കുന്നുമുണ്ട്.
ഇന്നലെ കടുവയെ കണ്ട കനാലിൽ ഇന്ന് നമുക്കൊരു ഉടുമ്പിനെ കിട്ടി. മോയാർ റൂട്ടിലെ ടൈഗർ ക്രോസിങ്ങിന് ചാൻസ് ഉള്ള എല്ലാ സ്ഥലങ്ങളിലും കുറേ നേരം നിർത്തിയിട്ടാണ് ഞങ്ങൾ മെല്ലെ മുന്നോട്ട് പോകുന്നത്. ഇങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് കടുവയെ കിട്ടിയില്ല, അതിനു പകരം വേറൊരാളെ കിട്ടി. ഒട്ടും പ്രതീക്ഷിക്കാത്ത നേരത്താണ് റോഡ് സൈഡിൽ നിന്ന് ഈ കരടി കാടിനകത്തേക്ക് കയറി പോകുന്നത് കണ്ടത്. കരടിയെ കണ്ട സന്തോഷത്തിലാണ് ഞങ്ങൾ റൂമിലേക്ക് തിരിച്ചു പോയത്. പക്ഷെ അതിലും വലിയൊരു സർപ്രൈസ് ഞങ്ങളെയും കാത്തിരിപ്പുണ്ടായിരുന്നു. നമ്മുടെ മസനഗുഡി ട്രിപ്പിലെ രണ്ടാമത്തെ ടൈഗർ സൈറ്റിംഗ്. ഇതിൽ കൂടുതലൊന്നും നമുക്കിനി മസനഗുഡിയിൽ നിന്ന് കിട്ടാനില്ല. ഇനി ഈ വെള്ളത്തിൽ കിടക്കുന്ന ആളെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഇവനാണ് മോയാറിലെ ഡോമിനന്റ് മെയിൽ ടൈഗർ. നമ്മൾ ഇന്നലെ കണ്ട ഫീമെയിൽ ടൈഗ്രസിന്റെ മേറ്റിംഗ് പെയറാണിവൻ. ഇവന്റെ മൂക്കില് ഇപ്പൊ ചെറിയൊരു മുറിവുണ്ട്. 2 ആഴ്ച മുമ്പ് ഇവന്റെ ടെറിട്ടറിയിലേക്ക് മറ്റൊരു മെയിൽ ടൈഗർ കയറി വന്നിരുന്നു. അന്നുണ്ടായ ടെറിട്ടറി ഫൈറ്റില് ഇവൻ ആ കടുവയെ തോപ്പിച്ച് ഇവിടുന്ന് ഓടിച്ചു വിട്ടു. പക്ഷെ ആ ഒരു ഫൈറ്റില് ഇവന്റെ മൂക്ക് ചെറുതായിട്ടൊന്ന് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച എടുത്ത ഫോട്ടോ ഞാൻ കണ്ടിരുന്നു. അതില് ചെറിയ മുറിവാണെങ്കിൽ ഇന്നിപ്പം ആ മുറിവ് വലുതായിരിക്കുകയാണ്. ഇത്രയും ദൂരത്തുനിന്ന് പോലും നമുക്ക് അവന്റെ ആ മൂക്കിലെ മുറിവ് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഏകദേശം അരമണിക്കൂറോളം നമുക്ക് ഇവന്റെ സൈറ്റിംഗ് കിട്ടി. ഇവൻ വെള്ളത്തിൽ നിന്ന് കയറിപ്പോകുന്ന വിഷ്വലോടെ ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും യാത്രയെ സ്നേഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ പുതിയൊരു സ്ഥലമായി വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.